ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ IT ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളാണെന്ന് പറഞ്ഞപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചു, ഏതാണ് നല്ലത്, IT ജോലിയാണോ ഗവൺമെൻറ് ജോലിയാണോ എന്ന്. സോ ഇതിനെക്കുറിച്ചുള്ള ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിയാണ് ഇന്നത്തെ വീഡിയോ. ഐ ആം അലീഷ ആൻഡ് വെൽക്കം ടു aliSays by അലീഷ. സോ മറ്റേത് ജോലികളെ പോലെ തന്നെ IT ജോലി ആയാലും ഗവൺമെൻറ് ജോലി ആയാലും അതിൻ്റെതായ പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ട്. അപ്പോൾ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസും പിന്നെ എനിക്കറിയാവുന്ന ഗവൺമെൻറ് ഒഫീഷ്യൽസിൻ്റെ ഒക്കെ എക്സ്പീരിയൻസും കൂടി ചേർത്തിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ഗവൺമെൻറ് ജോലിയുടെ ഏറ്റവും വലിയ അട്രാക്ഷനാണ് ജോബ് സെക്യൂരിറ്റി. നമുക്കറിയാം, കൊറോണയൊക്കെ വന്ന സമയത്ത് കുറേ വലിയ MNCകളിലടക്കം ആൾക്കാരെ പിരിച്ചുവിട്ടു, ലേ ഓഫ് ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് ഒരു ഗവൺമെൻറ് എംപ്ലോയിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജോലി അവിടെ സേഫാണ്. അവർക്ക് സാലറി ഉണ്ടായിരുന്നു ലോക്ക്ഡൗൺ സമയത്ത്, ജോലി അവിടെ സേഫുമാണ്. മുന്നത്തെ പോലത്തെ പെൻഷൻ സ്കീമല്ല ഇപ്പോൾ ഉള്ളത്. 2013 വരെ പെൻഷൻ ഫണ്ട് പൂർണ്ണമായിട്ടും ഗവൺമെൻറ് നൽകുന്നതായിരുന്നു. ഇപ്പോഴത്തെ 10%, നമ്മുടെ സാലറിയുടെ 10% നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. സെയിം എമൗണ്ട് തന്നെ ഗവൺമെൻറ്റും ഡെപ്പോസിറ്റ് ചെയ്യുന്നു. പിന്നീട് ഈ ഒരു എമൗണ്ട് ആണ് നമ്മൾ റിട്ടയർ ആയി കഴിഞ്ഞിട്ട് നമുക്ക് ലഭിക്കുന്നത്. ഇനി IT ജോലിയിലോട്ട് വരുമ്പോൾ ചിലപ്പോൾ റിസഷൻ, സാമ്പത്തിക മാന്ദ്യം, അല്ലെങ്കിൽ ഇങ്ങനെ പെട്ടെന്നുള്ള എന്തെങ്കിലും സംഭവങ്ങൾ, ഇപ്പോൾ കൊറോണ പോലെയുള്ള സംഭവങ്ങളൊക്കെ ചിലപ്പോൾ ചില കമ്പനീസിൽ എഫക്റ്റ് ചെയ്തേക്കാം. നെക്സ്റ്റ് തിങ് ഇസ് വർക്ക് ലൈഫ് ബാലൻസ്. ഗവൺമെൻറ് ജോലിയെ സംബന്ധിച്ചിടത്തോളം ഒരു കൃത്യമായ ടൈമുണ്ട്. ഇപ്പോൾ 10 to 5 എന്ന് പറയുന്ന ഒരു ടൈം ഉള്ളത് കൊണ്ട് നമുക്ക് കാര്യങ്ങൾ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ പിള്ളേരെ സ്കൂളിൽ വിടാനും അതല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് മുന്നേ കൂട്ടി തീരുമാനിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. IT-യിലാവുമ്പോൾ ചിലപ്പോൾ ഷിഫ്റ്റുകൾ ഉണ്ടാവും. ചിലപ്പോൾ രാവിലെ 10 മണി തൊട്ട് രാത്രി 10 മണി വരെ വർക്കിംഗ് ഉണ്ടാവും. ചിലപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ 10 to 12 ഉച്ചവരെ വർക്ക് ചെയ്താൽ മതി എന്നുള്ള ഓപ്ഷൻസ് ഉണ്ടായിരിക്കാം. പക്ഷെ നമുക്ക് കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ അതിനനുസരിച്ച് കുറച്ചും കൂടെ പ്ലാനിങ് കുറച്ചും കൂടെ ബുദ്ധിമുട്ടായിട്ട് വന്നേക്കാം. പക്ഷേ സാറ്റർഡേയ്സും സൺഡേയ്സും IT ജീവനക്കാർക്ക് ഓഫാണ്. പിന്നെ വർക്ക് ഫ്രം ഹോം എന്നുള്ള ഓപ്ഷനുണ്ട്. ഗവൺമെൻറ് ജോലീസിൽ സാറ്റർഡേയ്സ് വർക്കിംഗ് ആണ്. സെക്കൻഡ് സാറ്റർഡേ മാത്രമാണ് അവധിയുള്ളത്. ഇനി നിങ്ങളൊരു ഹൗസ് വൈഫാണ്, അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ട് പഠിത്തം പകുതിക്ക് വെച്ച് നിർത്തിപ്പോയവരാണെന്നുണ്ടെങ്കിൽ PSC അവിടുത്തെ ഓപ്പർച്യൂണിറ്റീസ് കുറച്ചും കൂടെ കൂടുതലാണ്. അതായത് 36, നോർമൽ കേസിൽ 36 വയസ്സ് വരെ അവിടെ നമുക്ക് ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇടയ്ക്കൊരു ബ്രേക്ക് വന്നു എന്ന് വെച്ച് പേടിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ 30 വയസ്സ് കഴിഞ്ഞാലും അവിടെ നമുക്ക് സമയമുണ്ട്. അവിടെ തന്നെ പല കാറ്റഗറി ഓഫ് എക്സാംസ് ഉണ്ട്. ഇപ്പോൾ 10th ലെവൽ, 12th ലെവൽ, ഡിഗ്രി ലെവൽ. അപ്പോൾ നമ്മുടെ ക്വാളിഫിക്കേഷൻ ഏതാണോ അതിനനുസരിച്ച് എക്സാംസ് എഴുതിയിട്ട് നല്ല റാങ്ക് മേടിക്കുകയാണെങ്കിൽ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ വരാനും പിന്നെ ജോലിക്കുള്ള സാധ്യതകളുണ്ട്. പിന്നെ PSC എക്സാംസിന് ഫീസ് ഒന്നുമില്ല. അപ്പോൾ എക്സാം ഫീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ബേർഡൻ അവിടെ വരുന്നില്ല. നമ്മൾ നന്നായി പഠിച്ച് എക്സാം എഴുതിയാൽ മാത്രം മതി. ഇനി IT-യിലോട്ട് വരുമ്പോൾ IT-യുടെ ഏറ്റവും വലിയ അട്രാക്ഷനായിട്ട് പറയുന്നത് അവിടുത്തെ പേയ്മെൻറ്റ്, സാലറി ആണ്. പക്ഷെ അതും ചെറിയ കമ്പനീസിലാണെങ്കിൽ സാലറീസ് കുറവാണ്. വലിയ MNCകളിലാണെങ്കിൽ നല്ല സാലറി ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ സ്കിൽഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം IT ജോബ് ആയിരിക്കും കുറച്ചും കൂടെ നല്ലതായിട്ടുള്ളത്. ഗവൺമെൻറ് ജോലി എന്ന് പറയുമ്പോൾ അവിടെ ഒരു അതോറിറ്റിയാണ്, അതൊരു പവറാണ്. ഓരോ ഫയലും ഓരോ ജീവിതമാണെന്നൊക്കെ പറയും. അപ്പോൾ നമ്മളാണ് ആ ഫയൽ ഫോർവേഡ് ചെയ്യുന്നത് വഴി നമ്മളാണ് ഒരു ജീവിതം തന്നെ മാറ്റിമറിക്കാൻ കാരണമാവുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി ഗവൺമെൻറ് ജോലിക്കുണ്ട്. ഇനി IT-യിലോട്ട് വരികയാണെങ്കിൽ അവിടെ ക്ലയൻ്റ് ആണ് അവിടുത്തെ മെയിൻ. നമ്മൾ ക്ലയൻറ്റിന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്, പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ്, ലാഭത്തിന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള രീതികളാണ് IT-യിലോട്ട് വരുമ്പോൾ കണ്ടുവരുന്നത്. നെക്സ്റ്റ് തിങ് ഇസ് പ്രൊമോഷൻ. അപ്പോൾ പ്രൊമോഷനൊക്കെ ഗവൺമെൻറ് ജോലി എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ടാണ്. ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റുകൾ ഉണ്ടെങ്കിൽ കൂടെയും എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ടാണ് അവിടെ പ്രൊമോഷൻ വരുന്നത്. IT-യിലെ പ്രൊമോഷൻ നമ്മുടെ സ്കില്ലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ അവിടെ പ്രൊമോഷൻസും സാലറീസും പിന്നെ ഓൺസൈറ്റ് പോലെയുള്ള അട്രാക്ഷൻസും അവിടെ കൂടുതലാണ്, നല്ല സ്കിൽഡ് ആണ് എന്നുണ്ടെങ്കിൽ. പിന്നെ വർക്ക് പ്രഷർ ആൻഡ് സ്ട്രെസ്സ്. ഇപ്പോൾ വർക്ക് പ്രഷർ ലാഭത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന കമ്പനികളായതുകൊണ്ട് തന്നെ ടാർഗറ്റൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് IT കമ്പനികളിൽ ചിലപ്പോൾ വർക്ക് പ്രഷർ ചിലർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യാം. മാനേജബിൾ ആയിട്ടുള്ള കുറച്ചും കൂടെ കണ്ടീഷൻസ് ആണ് ഗവൺമെൻറ് ജോലിക്കുള്ളത്. ഇനി ഇൻഷുറൻസ് കവറേജ്. ഗവൺമെൻറ് ഒഫീഷ്യൽസിന് 2022 മുതൽ മെഡിസപ്പ് എന്ന് പറഞ്ഞ ഇൻഷുറൻസ് ആണ് നൽകി വരുന്നത്. 3 ലക്ഷമാണ് ഇതിൻ്റെ കവറേജ് എന്ന് പറയുന്നത്. കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്, എല്ലാ ഹോസ്പിറ്റൽസിലൊന്നും അവൈലബിൾ അല്ല. അപ്പോൾ ഫ്യൂച്ചറിൽ ഇതിൻ്റെ അപ്ഡേഷൻസ് ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി IT-യിലോട്ട് വരുമ്പോൾ വലിയ MNCകളിൽ നൽകുന്ന ഇൻഷുറൻസ് കവറേജ് ഒക്കെ അതിനനുസരിച്ചിട്ടുള്ളതാണ്. പക്ഷെ ചെറിയ കമ്പനീസിൽ, ഇപ്പോൾ ലൈസൻസ്ഡ് അല്ലാത്ത കമ്പനീസ്, അങ്ങനെ കുഞ്ഞു കമ്പനീസിൽ അങ്ങനെ അധികം ഇങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഒന്നും ഉണ്ടാവില്ല. രണ്ടിൻ്റെയും വർക്ക് കൾച്ചർ ഡിഫറെൻ്റ് ആണ്.
ഈ ഗവൺമെൻറ് ജോലി ഒരു സർവീസാണ്. അതുകൊണ്ട് തന്നെ അവിടെ സീറ്റിൽ ഉണ്ടായിരിക്കേണ്ടത്, നമ്മുടെ വർക്കിൻ്റെ സമയത്ത് നമ്മൾ അവിടെ ഉണ്ടായിരിക്കേണ്ടത് നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. ഒരാൾ നമ്മളെ കാണാൻ വരുമ്പോൾ നമ്മൾ അവിടെ ഉണ്ടായിരിക്കണം അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് എക്സ്ട്രാ ആയിട്ടുള്ള ഇപ്പോൾ ടീം ഔട്ടിങ് അല്ലെങ്കിൽ കൾച്ചറൽ ആക്ടിവിറ്റീസ് ഇതിനുള്ള സാധ്യതകളൊക്കെ കുറവായിരിക്കും. ഐ ടിയിൽ നിന്ന് വരുമ്പോൾ അവിടെ ടാർഗറ്റ് മീറ്റ് ചെയ്യാൻ നമ്മളിപ്പോൾ ഓവർനൈറ്റൊക്കെ വർക്ക് ചെയ്ത് നമ്മുടെ ടാർഗറ്റ് മീറ്റ് ചെയ്യണം. പക്ഷേ ടീം ഔട്ടിങ് അല്ലെങ്കിൽ കൾച്ചറൽ ആക്ടിവിറ്റീസൊക്കെ കുറച്ചും കൂടെ കൂടുതലായിട്ടുള്ളത് ഐ ടിയിൽ തന്നെയാണ്. പബ്ലിക് സർവൻറ്റിനെ സംബന്ധിച്ചിടത്തോളം സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഓഫീസിന് പുറമേ അവർക്ക് എക്സ്ട്രാ ആയിട്ട് പ്രൈവറ്റ് മാറ്റേഴ്സ് അല്ലെങ്കിൽ ബിസിനസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തുടങ്ങാനുള്ള പെർമിഷൻ ഇല്ല. പ്രൈവറ്റ് ജോലി ആകുമ്പോൾ നമുക്ക് ബാക്കി സമയം കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് പാരലായിട്ട് ഇപ്പോൾ ബിസിനസ്സോ അല്ലെങ്കിൽ എക്സ്ട്രാ എന്തെങ്കിലും പ്രൈവറ്റ് ആയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല. സോ ഇത്രയൊക്കെയാണ് എനിക്കറിയാവുന്ന പോയിന്റ്സ് എന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെ ഓരോരുത്തരുടെയും പേഴ്സണൽ ചോയ്സ് ആണ് ഏത് ചൂസ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഹൗസ് വൈഫ് ആണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇടയ്ക്ക് പഠിത്തം ബ്രേക്ക് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയും ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇനി അതല്ല, നിങ്ങൾ ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ഒരാളാണ്, നല്ലൊരു MNCയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഫൈനൽ ഡിസിഷൻ എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും പേഴ്സണൽ ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ആയിട്ടുള്ള തീരുമാനം തന്നെയാണ്. അപ്പോൾ എന്നെ കല്യാണം കഴിക്കാൻ വന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പ്രപ്പോസലായിട്ട് വന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിനക്കിപ്പോൾ ഒരു ബെൻസ് വേണമെന്നുണ്ടെങ്കിൽ നീ ഒരു ടെക്കീനെയോ അല്ലെങ്കിൽ ബിസിനസ് മാനൊക്കെ കല്യാണം കഴിക്കുന്നതായിരിക്കും നല്ലത്. അതല്ല, ഒരു മാരുതി കാർ മതിയെന്നുണ്ടെങ്കിൽ യു ക്യാൻ മാരി മീ എന്നുള്ളത്. And I chose Maruti car and I am here. He's a government servant and that's it. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബെല്ലൈക്കൺ കൂടെ എനാബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ ഗുഡ് ഡേ.